നമസ്കാരം. ഫാൻസൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2025 ജനുവരി 7 സതേൺ കാലിഫോർണിയയിൽ നിയന്ത്രണാതീതമായി കാട്ടുതീ പടരാൻ ആരംഭിച്ചു. കാലിഫോർണിയയിലെ ഏറ്റവും ജനവാസമുള്ള ലോസ് ഏഞ്ചലസ് ഏരിയയിലേക്കും സാന്റിയാഗോ കൗണ്ടിയിലേക്കും കാട്ടുതീ പടർന്നു പിടിച്ചു. ആയിരക്കണക്കിന് വീടുകളും സ്ഥാപനങ്ങളും കത്തിനശിച്ചു. പലരും മരണപ്പെടുകയും ചെയ്തു. ഒരു നഗരം തന്നെ കത്തിച്ചാമ്പലായി. ആഴ്ചകളോളം നീണ്ടുനിന്ന ഫയർഫോഴ്സിന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമായി ജനുവരി 31 കാട്ടുതീ നിയന്ത്രണ വിധേയമായി. മഴ ലഭിക്കാത്തതിനെ തുടർന്നുള്ള വരൾച്ചയും കൂടെ ശക്തമായി വീശിയ കാറ്റുമായിരുന്നു കാട്ടുതീ പടർന്നു പിടിക്കാൻ കാരണം. 99% തീയും അണച്ചത് വെള്ളം ഉപയോഗിച്ചാണ്. ചോദ്യം ഇതാണ്: വെള്ളം എന്തുകൊണ്ടാണ് തീ അണയ്ക്കുന്നത്? വെള്ളം എന്തുകൊണ്ട് തീ അണയ്ക്കുന്നു എന്നതിൻ്റെ ആദ്യമായി രേഖപ്പെടുത്തിയ വിശദീകരണം BC 450 ഗ്രീക്ക് തത്വചിന്തകനായ എംപേഡക്ലസ് ആണ് പറഞ്ഞത്. അദ്ദേഹം കരുതിയിരുന്നത് ഈ ലോകം 4 മൂലകങ്ങളായ മണ്ണ്, വെള്ളം, വായു, തീ എന്നിവ കൊണ്ട് നിർമ്മിതമാണെന്നും വെള്ളം തീയോട് പ്രതിരോധം നൽകുമെന്നുമായിരുന്നു. അരിസ്റ്റോട്ടിൽ വിശ്വസിച്ചിരുന്നത് തീയും വെള്ളവും വിപരീത ഗുണങ്ങളുള്ള മൂലകങ്ങളാണെന്നാണ്. അതായത് തീ വരണ്ടതും ചൂടുള്ളതുമാണ്, വെള്ളം നനവുള്ളതും തണുത്തതുമാണ്. വെള്ളം തീയിൽ ഒഴിക്കുമ്പോൾ അത് തീയുടെ ചൂട് ആഗിരണം ചെയ്യുകയും തീയുടെ അസ്തിത്വത്തിന് ആവശ്യമായ ചൂട് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ തീയെ നശിപ്പിക്കുന്നു. അരിസ്റ്റോട്ടലിന്റെ വിശദീകരണം ആധുനിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് ശാസ്ത്രീയമായി കൃത്യമല്ലെങ്കിലും യുക്തിസഹമായി വിശദീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തെ അത് പ്രതിഫലിപ്പിക്കുന്നു. മനുഷ്യ സമൂഹം പിന്നെയും നൂറ്റാണ്ടുകളെടുത്തു എന്തുകൊണ്ടാണ് വെള്ളം തീ അണയ്ക്കുന്നു എന്നതിന്റെ ശാസ്ത്രീയ കാരണം അറിയാൻ. ആധുനിക രസതന്ത്രത്തിന്റെ സ്ഥാപകരിലൊരാളായ റോബർട്ട് ബോയിൽ ജ്വലനത്തിനെക്കുറിച്ച് പരീക്ഷണങ്ങൾ നടത്തി. തീ കത്താൻ വായു ആവശ്യമാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഇത് തീയിൽ ഓക്സിജന്റെ പങ്ക് മനസ്സിലാക്കാനുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു. 1777 ജോസഫ് പ്രിസ്ലി ഓക്സിജൻ കണ്ടെത്തുകയുണ്ടായി. 3 വർഷങ്ങൾക്ക് ശേഷം ആധുനിക രസതന്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ആന്റോൺ ലവോസിയർ തീ കത്തുന്നത് ഒരു പദാർത്ഥവും ഓക്സിജനും തമ്മിലുള്ള രാസപ്രവർത്തനമാണെന്ന് വിശദീകരിച്ചു. ഇതിനെ കമ്പസ്റ്റൺ എന്ന് പറയും. 19ാം നൂറ്റാണ്ടോടെ ശാസ്ത്രജ്ഞർ ഫയർ ട്രയാങ്കിൾ എന്ന ആശയം സ്ഥാപിച്ചു. തീയ്ക്ക് 3 ഘടകങ്ങൾ ആവശ്യമാണെന്ന് ഇത് വ്യക്തമാക്കി: ഇന്ധനം, ഓക്സിജൻ, പിന്നെ നിശ്ചിത അളവിലുള്ള ചൂടും. ഉദാഹരണത്തിന്, പേപ്പർ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഒരു നിശ്ചിത ചൂടെത്തിക്കഴിഞ്ഞാൽ തീ പിടിക്കും. ഈ ആശയം വെള്ളം തീയെ എങ്ങനെ അണയ്ക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചു. വെള്ളം ചൂട് ആഗിരണം ചെയ്യുകയും ജ്വലിക്കുന്ന പദാർത്ഥത്തിന്റെ ടെമ്പറേച്ചർ അതിന്റെ ഇഗ്നിഷൻ പോയിന്റിന്റെ താഴെയാക്കുകയും ചെയ്യുന്നു. ഇതിനെ കൂളിംഗ് എഫക്റ്റ് എന്ന് പറയും. രണ്ടാമതായി സ്മദറിംഗ് എഫക്റ്റാണ്. കാരണം ഉയർന്ന താപനിലയിൽ വെള്ളം ആവിയായി മാറുകയും തീയിലേക്ക് ഓക്സിജൻ എത്തുന്നത് തടയുകയും ചെയ്യുന്നു. അങ്ങനെ തീ അണയുന്നു. 20ാം നൂറ്റാണ്ടിൽ തെർമോഡൈനാമിക്സ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ്, രസതന്ത്രം എന്നിവയിലെ പുരോഗതികൾ വെള്ളവും തീയും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നൽകി. തീ പൂർണ്ണമായും ഒരു കെമിക്കൽ റിയാക്ഷനാണ്. എക്സോതെർമിക് റെഡോക്സ് റിയാക്ഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഈ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ പുതിയൊരു വസ്തു രൂപം കൊള്ളുന്നു. പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലാണ് ഇവിടെ റിയാക്ഷൻ സംഭവിക്കുന്നത്. മറ്റൊന്ന്, ഈ റിയാക്ഷന്റെ ഫലമായി ചൂടും പ്രകാശവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇനിയൊരു സാങ്കല്പിക പരീക്ഷണത്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കാൻ സാധിക്കും. അതുപോലെ വെള്ളം ഉപയോഗിച്ച് സൂര്യനെ അണയ്ക്കാൻ സാധിക്കുമോ? ഇനി അങ്ങനെ അണയ്ക്കാൻ സാധിക്കുമെങ്കിൽ തന്നെ അതിനെന്തോരം വെള്ളം ആവശ്യമായി വരും? ഉത്തരം ഇതാണ്: തീ അണയ്ക്കുന്നത് പോലെ സൂര്യനെ വെള്ളമൊഴിച്ച് അണയ്ക്കാൻ സാധിക്കില്ല. കാരണം സൂര്യനിൽ തീ അല്ല എന്നുള്ളതാണ് വാസ്തവം. തീയല്ലെങ്കിൽ കമ്പസ്റ്റൻ ഒരു കെമിക്കൽ റിയാക്ഷനാണെന്നിരിക്കെ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങളിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. നക്ഷത്രങ്ങളിലെ ഉയർന്ന ടെമ്പറേച്ചറും ഗ്രാവിറ്റി കാരണമുള്ള ഉയർന്ന മർദ്ദവും ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കുന്നു. ലൈറ്റർ ആറ്റോമിക് ന്യൂക്ലിയൈ കൂടിച്ചേർന്ന് ഹെവിയർ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇതിനോടൊപ്പം വലിയ തോതിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സൂര്യനിൽ ഹൈഡ്രജൻ ന്യൂക്ലിയൈ കൂടിച്ചേർന്ന് ഹീലിയം ഉണ്ടാകുന്നു. ഇത് പല ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഇതിനെ പ്രോട്ടോൺ ചെയിൻ റിയാക്ഷൻ എന്ന് പറയും. ഇതിന്റെ ആദ്യ ഘട്ടം 2 പ്രോട്ടോണുകൾ കൂടിച്ചേർന്ന് ഡിറ്റീരിയം ന്യൂക്ലിയസ് ഉണ്ടാകുന്നതാണ്. അങ്ങനെയുണ്ടായ ഡിറ്റീരിയം ന്യൂക്ലിയസ് മറ്റൊരു പ്രോട്ടോണുമായി കൂടിച്ചേർന്ന് ഒരു ഹീലിയം 3 ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. പിന്നീട് 2 ഹീലിയം 3 ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് ഒരു ഹീലിയം 4 ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. സൂര്യനെ വെള്ളമൊഴിച്ച് അണയ്ക്കാൻ സാധിക്കില്ല എന്ന് നമുക്കിപ്പോൾ അറിയാം. പക്ഷേ സൂര്യനിൽ വെള്ളമൊഴിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കും? തീയിൽ വെള്ളം വീണാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ നേർവിപരീതമായിരിക്കും സൂര്യനിൽ വെള്ളം വീണാൽ സംഭവിക്കുന്നത്. കാരണം സൂര്യനിലെ ന്യൂക്ലിയർ ഫ്യൂഷന്റെ പ്രധാന ഇന്ധനം ഹൈഡ്രജനാണ്. ജലതന്മാത്ര ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ആറ്റങ്ങളടങ്ങിയ
ഒരു സംയുക്തമാണ്. ഓരോ തന്മാത്രയിലും ഹൈഡ്രജന്റെ 2 ആറ്റങ്ങളും ഓക്സിജന്റെ 1 ആറ്റവും അടങ്ങിയിരിക്കുന്നു. 2200 ഡിഗ്രി സെൽഷ്യസിൽ ജലതന്മാത്രകൾ വിഘടിക്കും. എന്നാൽ സൂര്യന്റെ ഉപരിതലത്തിലെ താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. വെള്ളം സൂര്യനിൽ വീണാൽ തൽക്ഷണം അത് വിഘടിക്കുകയും ഹൈഡ്രജൻ സൂര്യന് കൂടുതൽ ഊർജം നൽകുകയും ചെയ്യും. അങ്ങനെ സൂര്യൻ കൂടുതൽ ശോഭയോടെ ജ്വലിക്കും. പ്രപഞ്ചത്തിലെ ദ്രവ്യത്തിന്റെ 75% ഹൈഡ്രജൻ എന്ന മൂലകമാണ്. ജീവന്റെ നിലനിൽപ്പ് തന്നെ ഹൈഡ്രജൻ കാരണമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.